जिंदगी भर नहीं भूलेगी वो बरसात की रात, एक अनजान हसीना से मुलाकात की रात, जिंदगी भर नहीं भूलेगी. നമസ്കാരം, ഫിലിം ഫോക്കസിലേക്ക് സ്വാഗതം. മലയാളിയുടെ ഭാവഗായകൻ എന്ന വിശേഷണം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ യോജിക്കുക ശ്രീ പി ജയചന്ദ്രനായിരിക്കും. അദ്ദേഹമാണ് ഇന്ന് നമ്മോട് സമകാലിക വിഷയത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും മറ്റുമെല്ലാം മനസ്സ് തുറക്കുവാൻ എത്തുന്നത്. റഫി സാബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാടുന്ന രീതിയുണ്ടല്ലോ, അത് രീതിയിൽ എക്സ്പ്രഷൻ മാത്രമല്ല, ഉറുദുവിൻ്റെ സംസ്കാരം അങ്ങർക്കുണ്ട്. അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ അതിന് ഭംഗി കൂടുക. അപ്പം സംഗീത സംവിധായകൻ പറഞ്ഞു കൊടുത്താൽ അതിനെ അതിമനോഹരമായിട്ട് പാടാൻ ഉള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെ, മ്യൂസിക് ഡയറക്ടർ ഇത്രയും സംഗീതം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ. ആ ആഡ് ചെയ്തത് ഉണ്ടല്ലോ, അങ്ങനെ പാടുന്ന നുവാൻസസ്, അത് സംതിങ്, അതെന്താ പറയുക, അതൊരു ഒരു ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ചിലപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എക്സ്പ്രഷൻ ഓരോ ഇത് മുമ്പ് എന്തൊരു എക്സ്പ്രഷനാണ് നമ്മൾ ഇതെങ്ങനെ ഇത് ദൈവത്തിൻ്റെ പാട്ടാണല്ലോ പറഞ്ഞു. ഞാൻ പറയും ദൈവത്തിൻ്റെ ദൈവമാണ് പാടുന്നത്, മനുഷ്യനല്ല ദൈവമാണ് പാടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ കഴിയില്ല. ഇപ്പോൾ പല പാട്ടുകളും നമ്മൾ പാടി ഞാൻ ഇപ്പോൾ ഇന്നലെ പാടിയുണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് നുവാൻസസ് ഉണ്ട്, അതൊന്നും എനിക്ക് പാടാൻ പറ്റില്ല. അദ്ദേഹം പാടി വെച്ച ഓരോ വാക്കിൻ്റെ ഭംഗി. ഇപ്പം മൊഹബത്ത് എന്ന് അങ്ങനെ പറയുമ്പോൾ മൊഹബത്ത് തന്നെയാണ്. മൊഹബത്ത് എന്ന് പറഞ്ഞാൽ മൊഹബത്താണ്, പ്രേമമാണ്. അത് അങ്ങനെ ഉണ്ടാക്കുന്ന മൊഹബത്താണ്. മറ്റു സിംഗേഴ്സ് ഒരുപാട് ഗ്രേറ്റ് സിംഗേഴ്സ്, കിഷോർദാ ഉണ്ട്, മുകേഷ് ഉണ്ട്, മറ്റേ ഹേമന്ത് കുമാറുണ്ട്, തലത്തുണ്ട്, തലത്ത് മുഹമ്മദ്, എന്താ ഓരോരുത്തരും ഓരോ ശൈലി, ഓരോ സ്റ്റൈല്. പക്ഷേ കോമൺ ആയിട്ടൊരു സിംഗർ നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഈ മുഹമ്മദ് റഫീൽ ഞാൻ എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് അതിലേക്ക് ഞാൻ കംപ്ലീറ്റ് അദ്ദേഹം പാടിയ പാട്ടിലേക്ക്, ഓരോ പാട്ടിലേക്കും ആഴ്ന്നിറങ്ങി അതിനെ വിശകലനം ചെയ്ത് ഞാനും ജെ.കെയും കൂടെ നമ്മൾ ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, എന്താ അങ്ങനെ പാടിയിട്ടുണ്ടോ, അയ്യോ എന്തോ ബ്യൂട്ടിഫുള്ളാണ്, അയ്യോ. അതുകൊണ്ടാണ് മുഹമ്മദ് റഫീ എന്ന് പറഞ്ഞാൽ അത് പകരം വയ്ക്കാനാണില്ലാത്തൊരു, ഭൂമിയിൽ ഇനി അങ്ങനെ ഒരു ആൾ ജനിക്കില്ല, സിംഗർ ജനിക്കില്ല. ഈശ്വരൻ്റെ പിന്നെ സ്വഭാവത്തിലും സ്വഭാവ വൈശിഷ്ട്യം ഇതിൻ്റെ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടിയല്ല ഇതിൻ്റെ പാടിയിരുന്നത്. അദ്ദേഹം ഒരു പടത്തിൽ പാട്ട് ഹിറ്റായിട്ടുണ്ടാവും, പടം ഓടിയില്ലെങ്കിൽ അടുത്ത റെക്കോർഡിങ്ങിന് പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് ₹1 എടുക്കാമെന്ന് പോക്കറ്റിൽ നിന്ന്, അവർക്ക് നഷ്ടം വന്ന കാരണം. പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് പോകുന്നു അതൊക്കെ, റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ അതൊക്കെ. അപ്പോൾ പ്രൊഡ്യൂസർ ഇങ്ങനെ എന്തെങ്കിലും പോണേ, പൈസ PA ഉണ്ട്, പുള്ളിയുടെ PA ആണ് എല്ലാം, പൈസ എല്ലാ ഡീലിങ്സൊക്കെ. അങ്ങനെ അധികം സംസാരിക്കില്ലല്ലോ, വളരെ കുറച്ച് സംസാരിക്കുള്ളൂ, സംസാരം വളരെ കുറവാണ്, വളരെ. അതും പറയുന്നതിന് വെരി ലോ വോയിസ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ പണം ഇത് കാര്യമൊക്കെ അങ്ങനെയുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന് ₹1 എടുത്ത് കഴിക്കും പാട്ട് പാടിക്കും. ഇതൊക്കെ ആര് ചെയ്യുന്നതൊക്കെ. അങ്ങനെക്കുറിച്ചൊരു തെലുങ്കിൽ പാടിച്ചിട്ട് അങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കി വെച്ചേക്കുക ആ റഫി സാഹിബിൻ്റെ. അപ്പോൾ അന്ന് ഞാൻ തടിച്ച് വെളുത്തിട്ടാണേ. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് 2 പാട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ കാര്യം എന്നറിയാമോ, നിങ്ങളുടെ പാട്ട് ഞാൻ കേട്ടില്ല, യു ലുക്ക് ലൈക്ക് റഫി സാഹിബ്. സത്യം ആ കാലം. ഇത് അങ്ങനെ ആൽബവും അങ്ങനെ സ്വഭാവം അങ്ങനെ നടന്ന കാര്യങ്ങളും അങ്ങനെ 4-6 പാട്ട് പാടി റെക്കോർഡിങ് കാശ് ചോദിക്കണമെന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അമ്മയെ നമ്മൾ വിട്ടു പോകല്ലേ, മദറിനെ, മാജി. പിന്നെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ട്, നള്ളിയിൽ നിന്ന് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സിൽക്ക് സാരി മേടിച്ചിരുന്നു. എന്നിട്ട് അന്നത്തെ കാലത്ത് 12,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10 ലക്ഷം 18 ലക്ഷമാണ്. അതായത് അന്നത്തെ 60s
അതിൽ നിന്ന് തിരിച്ച് 9,000 കവറിട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പം അങ്ങനെ എനിക്ക് ഞാൻ ബോംബെയിൽ ഇഷ്ടം ജീവിക്കാനുള്ള കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇപ്പം എനിക്ക് ആവശ്യം? അതൊക്കെ അങ്ങനെ പറയാം. നിങ്ങൾക്കൊരു പാട്ടാണത് എന്ന് എന്നെ പറയാം. അങ്ങനെ നിങ്ങൾക്ക് റഫി സാബ് ഹീസ് എ ലെസൺ ഫോർ ഓൾ സിംഗേഴ്സ്. ഹീസ് എ ലെസൺ ക്യാരക്ടർ വൈസ്, സ്വഭാവത്തിൻ്റെ കാര്യത്തിലും സംഗീതത്തിൻ്റെ കാര്യത്തിലും. ജിന്ദഗി ഭർ നഹീ ഭൂലേഗി വോ ബർസാത് की रात एक अनजान हसीना से मुलाकात की रात जिंदगी भर नहीं भूलेगी. അതൊക്കെ പാടി അങ്ങനെ മനുഷ്യൻ വെച്ച് കേൾക്കുമ്പോഴേ എന്താണ് ഈ പാടുന്നത്? എന്ത് എക്സ്പ്രഷൻ എന്നല്ല തന്നെ പറയുക, എക്സ്പ്രഷൻ എന്നല്ല പറയുക. അതിങ്ങനെ അത് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വരിക. അത് അങ്ങനെ ആ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പാടുമ്പോഴുണ്ടല്ലോ നമ്മൾ അയ്യോ 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 എന്ന് പറഞ്ഞു. എങ്ങനെ പാടുന്നത്, എങ്ങനെ എക്സ്പ്രഷൻ, ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴത്തൊക്കെ ഭംഗിയുണ്ടല്ലോ, ബ്യൂട്ടി. അതാണ് അങ്ങനെ ഏറ്റവും. ഞാൻ ജനിച്ചത് തൃശ്ശൂർ, ചേന്നമംഗലമാണ്. ചേന്നമംഗലം എന്ന് പറയുന്നത് കൊച്ചി ഇവിടെ പറവൂരടുത്താണ്. പക്ഷെ അവിടെ നിന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അടുത്തേക്കൂടെ പോയിട്ടില്ല ആർക്കും. ഞങ്ങൾ പഠിക്കുന്ന സ്കൂളും, ഞാൻ അന്ന് പാട്ടൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ സ്കൂൾ കഴിഞ്ഞ് 4ാം ക്ലാസ് കഴിഞ്ഞ് ഇരിഞ്ഞാലക്കൂടെ വന്ന് പാലിയും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് റേഡിയോ മേടിച്ചത്. റേഡിയോ കൂടെ ബിനാക്ക ഗീത്മാല കേൾക്കും. ബിനാക്ക ഗീത്മാല, അതിലാണ് ഇവരുടെ പാട്ടുകൾ കേൾക്കുക. റഫിയുടെയും റഫി സാബിൻ്റെയും ഇവരെ എല്ലാവരുടെയും ആ പാട്ടുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. നിങ്ങൾ റഫി റഫിയുടെ പാട്ടുകൾ പഠിപ്പിക്കണം. ആദ്യം പഠിപ്പിക്കേണ്ടത് റഫി സാഹിബിൻ്റെ വരെ ഈശ്വര വിശ്വാസം എളിമയാണ് പഠിപ്പിക്കേണ്ടത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ന്യൂസ് ടാഗ് ലൈവ് ഫിലിം ഫോക്കസ് കാണുക.